പെട്രോൾ രാജാക്കന്മാരും ഇലക്ട്രിക് രാജാക്കന്മാരും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു 2025 ഒരു ഇലക്ട്രിക് രാജാവ്, അതെ, ഓല S1 Pro Gen 2. അപ്പോൾ ഓല S1 Pro Gen 2 ഇലക്ട്രിക് വെഹിക്കിളിനെ കുറിച്ചാണ് മച്ചാന്മാരെ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇറ്റ്സ് മീ ടുഡ്സ് റിവ്യൂ ആൻഡ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഓല S1 Pro Gen 2 എന്ന മോഡൽ, അവസാനം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു മോഡലാണ്. പറയാൻ ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് ഫീച്ചേഴ്സും ഉള്ള ഒരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ശകലം ലെങ്ത്തിലായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. കിട്ടിലും ഒരു ബ്രൈറ്റ് കളർ, ഗ്ലോസി ബ്ലാക്ക് കളറിലാണ്. നമ്മൾ പവർ ബട്ടൺ താക്കുമ്പോൾ ഇതാണ് പവർ ബട്ടൺ താക്കുമ്പോൾ നമുക്ക് പാസ്വേഡ് അടിക്കാനുള്ള ഒരു ഡിസ്പ്ലേ നമുക്ക് ഇവിടെ തെളിഞ്ഞ് വരും. ഇത് ലോക്കളാക്കാം. അപ്പോൾ പി എന്ന് പറഞ്ഞ് പാർക്കിൻ്റെ മോഡൽ ഒരു ഡിസ്പ്ലേ ഓണായി വരും. ഇതിലിപ്പോൾ കൊടുത്തേക്കുന്നത് ഈ മ്യൂസിക്കിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, പിന്നെ കിലോമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. കിലോമീറ്ററിൻ്റെ ഇതെല്ലാം ചേഞ്ച് ചെയ്ത് നമുക്ക് എത്ര മണി സേവ് ചെയ്തിട്ടുള്ളൂ, അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞു തീർക്കാം. അതിൻ്റെ ആദ്യത്തെ ഒരു റിവ്യൂ വീഡിയോ ആണ്, ബൈക്കിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ബ്രേക്ക് ചെറുതായി ഒന്ന് അപ്ലൈ ചെയ്തതിനു ശേഷം പവർ ബട്ടൺ ഓണാക്കിയാൽ മാത്രമേ നോർമലിലോട്ട് വണ്ടി മാറത്തുള്ളൂ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, നമ്മളപ്പോൾ സ്റ്റാൻഡ് ഇടാൻ പോവുകയാണ്. സ്റ്റാൻഡ് ഇടുമ്പോഴത്തേക്ക് വണ്ടി പെട്ടെന്ന് തന്നെ പാർക്കിലോട്ട് ആവുന്നതാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ലൈറ്റിൽ നിന്ന് തുടങ്ങാം. ഈ വരുന്നതാണ് റിംഗ് ലൈറ്റ്, പിന്നെ ഇത് ഡിം ലൈറ്റ്, ഇത് ബ്രൈറ്റ് ലൈറ്റ് എടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും നല്ല വെട്ടത്തിലും നൈറ്റെല്ലാം നല്ല വിഷ്വൽ ക്വാളിറ്റിയാണ് തരണേ. അത്യാവശ്യം നല്ല ബ്രൈറ്റുള്ളൊരു ലൈറ്റാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ വരുമ്പോൾ വേറൊരു മാറ്റ് ബ്ലാക്കിൻ്റെ ഒരു ഡിസൈൻ വരുന്നൊരു ഷീൽഡാണ് അടിയിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ മുകളിലെല്ലാം ഗ്ലോസി ടൈപ്പുള്ള ഫൈബറിൻ്റെ ബോഡിയാണ്. വണ്ടി എടുക്കണം, നല്ലൊരു പവറുള്ളൊരു ഇലക്ട്രിക് ബൈക്കിൽ എടുക്കണം എന്നുള്ളവർക്കും, പിന്നെ നമ്മുടെ ന്യൂജൻ പിള്ളേർക്കും പറ്റിയൊരു വണ്ടിയാണ് ഓല S1 Pro Gen 2. പുറകിൽ വരുമ്പോഴത്തേക്ക് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റായിട്ടാണ് ഒരൊറ്റ പീസായിട്ടാണ് ഇത് വരുന്നത്. ഈ സൈഡിൽ ലെഫ്റ്റിലെ ഇൻഡിക്കേറ്ററും ഈ സൈഡിൽ റൈറ്റിലെ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. നടുക്കായിട്ടാണ് റെഡ് കളറിൽ ബ്രേക്ക് ലൈറ്റ് വരുന്നത്. റിഫ്ലക്റ്റീവ് പോലത്തെ ഒരു സെറ്റപ്പ് അടിയിൽ വെച്ചിട്ടുണ്ട്. പവറിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. നമ്മളൊരു ഹൈപ്പർ മോഡിലൊക്കെ ഇട്ട് കൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലോട്ട് ആൾ ചാഞ്ഞ് പോകാതിരിക്കാനുള്ളൊരു സംഭവം ബാക്കിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, എൻ്റെ പേര് എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ്. വണ്ടിക്ക് ചേരുന്ന രീതിയിൽ തന്നെ 2 മിറർ വരുന്നുണ്ട്. അത്യാവശ്യം വ്യൂ കുറവാണെങ്കിലും കാണാൻ അടിപൊളിയാണ്. ഓല S1 Pro Gen 2 എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതിൻ്റെ ലുക്ക് തന്നെയാണ്. ചെറിയ സ്മാൾ ടയേഴ്സാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള, അത്യാവശ്യം വലിപ്പമുള്ള ടയർ തന്നെയാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. ആദ്യത്തെ മോഡലിൽ സിംഗിൾ മോണോ ഷോക്കായിരുന്നു. ഇപ്പോൾ അവർ ഇറക്കിയേക്കുന്ന മോഡലിൽ ഡബിൾ മോണോ ഷോക്ക് വരുന്നുണ്ട്. ബാക്കിൽ സിംഗിൾ മോണോ ഷോക്കാണ് വരുന്നത്. പിന്നെ നമുക്ക് ബ്രേക്ക് സിസ്റ്റത്തിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് ബ്രേക്ക് സിസ്റ്റത്തിലോട്ട് പോകുമ്പോൾ ബാക്കിലും ഫ്രണ്ടിലും വരുന്നത് 2 ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. പിന്നെ കാലിപ്പറിൽ നമ്മുടെ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റമാണ് വരുന്നത്. കോംബി ബ്രേക്കാണ്. ഈ കാണുന്നതാണ് അതിൻ്റെ മോട്ടർ എന്ന് പറയുന്നത്. ഈ ഒരു മോട്ടറിൽ നിന്ന് ബെൽറ്റ് ഡ്രൈവ് വഴിയാണ് ഈ വീല് കറക്കി അത്രയും പവറിൽ വണ്ടി മൂവ് ആവുന്നത്. സൈഡിലൊരു റിഫ്ലക്ടർ വരുന്നുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ് പഞ്ചിങ് ടൈപ്പ് നമ്പർ പ്ലേറ്റാണ് വരുന്നത്. ഗ്രീൻ ബോർഡിലാണ് നമ്പർ പ്ലേറ്റ് വരുന്നത്. പിന്നെ സൈഡിൽ ഫ്ലാപ്പിൻ്റെ, അതായത് നമ്മുടെ ബെൽറ്റിന് ചെളിയൊന്നും അടിക്കാതിരിക്കാനായിട്ടുള്ളൊരു സൈഡിലൊരു കവറും കൊടുത്തിട്ടുണ്ട് അവർ. ഒട്ടുപടിയില്ലേ ആ ഒരു സെറ്റപ്പാണിത്. ഇത് നമുക്കിങ്ങനെ ആവശ്യത്തിന് മടക്കി വയ്ക്കാവുന്നതാണ്. ആ മടക്കി വയ്ക്കുമ്പോൾ ഉള്ളൊരു ലുക്ക് വേറെ തന്നെയാണ്. വണ്ടിയുടെ ലുക്കിനെ ഒന്നും ബാധിക്കാത്ത രീതിയിലാണ് അവരത് ചെയ്തേക്കുന്നത്. ഒരു പ്രീമിയം ലുക്കുണ്ടത്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലുക്കുണ്ട് കേട്ടോ വണ്ടി. പിന്നെ ഡിമ്മ് ബ്രൈറ്റ് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ അത്യാവശ്യം നല്ലൊരു ഫീച്ചർ തന്നെയാണ് ക്രൂസ് കൺട്രോൾ. അത് ഈ ഓല S1 Pro Gen 2 മാത്രമേ ഉള്ളൂ. നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ്. ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഗൂഗിൾ മാപ്പ് ഉണ്ട്. ഗൂഗിൾ മാപ്പും ഓലയുടെ തന്നെ ഒരു മാപ്പും ഇവിടെ ഇൻബിൽഡാണ്. അതിന് സെപ്പറേറ്റ് ഫീസൊന്നും ഇല്ല, അതെല്ലാം വണ്ടിയുടെ കൂടെ ഉള്ള തന്നെ ഒരു ഫീച്ചറാണ്. ചേതക്കിനും ഏതറിനൊക്കെ എനിക്ക് തോന്നുന്നു സെപ്പറേറ്റ് നമ്മൾ ചാർജ് ചെയ്താൽ മാത്രമേ ആ ഫീച്ചേഴ്സ് എല്ലാം നമുക്കിതിൽ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ വൈഫൈയുടെ ഒരു ഫീച്ചർ വരുന്നുണ്ട്. നമ്മൾ വണ്ടിയുടെ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ വൈഫൈയുടെ നെറ്റ് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ വരുന്നത് ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്. ഹസാർഡ് ലൈറ്റ് ഇടുമ്പോൾ നമുക്ക് 4 ഇൻഡിക്കേറ്ററും ഓണാവുന്നതാണ്. പിന്നെ ഡാർക്ക് മോഡും വൈറ്റ് മോഡും വരുന്നുണ്ട്. നമ്മളിതിപ്പോൾ ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് മോഡും വൈറ്റ് മോഡും ആവും. പിന്നെ ബ്ലൂടൂത്തിൻ്റെ കണക്ടിവിറ്റി ഉണ്ട്. പിന്നെ വേറെ കുറച്ച് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. പിന്നെ ഇതിൽ നമുക്കിപ്പോൾ ബ്രൈറ്റ്നസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ മോഡിൻ്റെ സൗണ്ടുകളുണ്ടല്ലോ, അതായത് ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ടുകൾ, പിന്നെ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴുള്ള ആ സൗണ്ട് എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് നമുക്ക് മ്യൂട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമുക്കത് ഓഫ് ചെയ്തും വെക്കാം. അത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്യുക. പിന്നെ വരുന്ന മ്യൂസിക് സിസ്റ്റമാണ്. കോപ്പി റൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നോൺ കോപ്പി റൈറ്റ് മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം.
പാട്ടിൻ്റെ വോളിയം ഇത്രയാണ്. ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റി. കേട്ടോ ഗായ്സ്, ഇതിൽ പറഞ്ഞൊരു സെപ്പറേറ്റ് ഫീച്ചറാണ് ഈ പാർട്ടി മോഡ് എന്ന് പറയുന്നത്. ഈ പാർട്ടി മോഡ് ഇടുമ്പോഴത്തേക്കും ഇതിൻ്റെ വ്യൂ എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ഒരു വ്യൂ ആണ്. അത് നൈറ്റ് കിട്ടില്ല വ്യൂ ആണ് കേട്ടോ. അത് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗുണങ്ങളിലേക്ക് ഇപ്പോൾ മറ്റ് വണ്ടികളുടെ അപേക്ഷിച്ച് ഒരുപാട് ഫീച്ചേഴ്സ് തരുന്നൊരു വണ്ടിയാണ്. പാട്ട് കേൾക്കാനുള്ളതുകൊണ്ട് പാട്ടിൻ്റെ ക്രൂസ് കൺട്രോൾ ബട്ടണുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 2 സ്പീക്കറുകൾ വരുന്നുണ്ട്. 34 ലിറ്റർ. മുമ്പുള്ള വണ്ടിക്ക് 36 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ വണ്ടിക്ക് 34 ലിറ്റർ ബാറ്ററിയുടെ സൈസ് ശകലം കൂട്ടി 34 ലിറ്റർ വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഈക്കോ മോഡിൽ 180 കമ്പനി പറയുന്നുണ്ടെങ്കിൽ 170 അടുപ്പിച്ച് എനിക്ക് കിട്ടണുണ്ട്. പിന്നെ നോർമൽ മോഡിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് 82 മൈൽ സ്പീഡിലൊക്കെ പോകാൻ പറ്റും. അതിൽ നമ്മൾ നോർമലായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു 130-150 അടുപ്പിച്ച് നമുക്ക് മൈലേജ് അല്ല, റേഞ്ച് കിട്ടും. അതാണ് ശരിയായ വാക്ക്, റേഞ്ച് കിട്ടും. പിന്നെ സ്പോർട്സ് മോഡിലും ഹൈപ്പർ മോഡിലും വലുതായിട്ട് യൂസ് ചെയ്യാതിരിക്കാനാണ്. മോട്ടറിൻ്റെ ലൈഫിന് വളരെയധികം അത് ബാധിക്കും. അപ്പം ആവശ്യമുള്ള ഓവർടേക്കിംഗ് ഘട്ടങ്ങളിലും പിന്നെ ജസ്റ്റ് ഒന്ന് ഷോ കാണിക്കാനൊക്കെ മാത്രം നിങ്ങൾ സ്പോർട്സ് മോഡും ഹൈപ്പർ മോഡും ഇട്ടാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഹൈപ്പർ മോഡിലും സ്പോർട്സ് മോഡിലും ഇടുമ്പോഴത്തേക്ക് ചാർജ് നല്ല കിഡിലായിട്ട് അങ്ങ് വലിക്കും കേട്ടോ. നല്ല രീതിക്ക് ചാർജ് വലിക്കും. പിന്നെ എനിക്ക് റണ്ണിങ്ങിൽ ഉള്ള വീഡിയോ എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം എൻ്റെ കൂടെ ആരുമില്ല ഗൈസ്. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോഴത്തേക്ക് നിങ്ങൾ അതൊന്ന് ക്ഷമിക്കുക. വണ്ടി ഇപ്പോൾ നിലത്ത് വെച്ചിട്ടൊരു വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ക്ഷമിക്കുക. അപ്പം ഇത്രയൊക്കെയാണ് വണ്ടിയുടെ വിശേഷങ്ങൾ. മുന്നിലായിട്ട് 2 അറകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നിൽ ഞാൻ ഫോണും അപ്പുറത്തേക്ക് ഗ്ലാസ്സുമാണ് ഇടുന്നത്. 2 സ്പേസ് ഫ്രണ്ടിലായിട്ടുണ്ട്. മുന്നിലായിട്ട് 2 സ്പീക്കേഴ്സും ഉണ്ട്. അത് നല്ല ക്വാളിറ്റി ഉള്ള സ്പീക്കേഴ്സാണ്. അതിവിടെയാണ് വരുന്നത്. ഇലക്ട്രിക് വെഹിക്കിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഓല S1 Pro. കാരണം അവരുടെ ഫീച്ചേഴ്സുകൾ ഒരുപാട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ വണ്ടി തന്നെയാണ് എൻ്റെ അട്രാക്ഷൻ. നിലവിൽ ഒലയുടെ സർവീസ് വളരെ മോശമാണ്. എന്നാലും അവരുടെ വണ്ടികൾ ഒരുപാട് വിറ്റഴിക്കപ്പെടുന്നത് അവരുടെ ഈ ഫീച്ചേഴ്സുകളും അവരുടെ വണ്ടിയുടെ ലുക്കും കൊണ്ടായിരിക്കാം. പിന്നെ റബ്ബർ ടൈപ്പ് ഹാൻഡിലാണ് അവർക്ക് വരുന്നത്. അപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇതാണ് ഓല S1 Pro Gen 2ൻ്റെ വിശേഷങ്ങൾ. ഇതോടുകൂടി തന്നെ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾ അറിയിക്കുകയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്. ഇത് ഞാനെടുത്ത വണ്ടി തന്നെയാണ്. ഇതെടുത്തിട്ട് ഇപ്പോൾ ഒരു 8 മാസമായി. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിനുശേഷമാണ് ഫോൺ എടുത്തതും ബാക്കിയെല്ലാം. ഞാനിപ്പോൾ ഒരു 8 മാസത്തോളം ആവുന്നു ഈ ഒരു വണ്ടി എടുത്തിട്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് മറക്കാതെ കാണാൻ ശ്രമിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലേക്ക് അമർത്തുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ജസ്റ്റ് നിങ്ങളുടെ ഒരു വീഡിയോയുടെ ഒരു കമൻറ്റ് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഒരു കമൻറ്റ് നിങ്ങൾ ഉറപ്പായിട്ട് വിടണം കേട്ടോ. ഇത് നമ്മുടെ ചാനലിൽ ആദ്യത്തെ ഒരു റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ചെറിയ ചെറിയ പോരായ്മകളും കാര്യങ്ങളൊക്കെ വീഡിയോക്കകത്തുണ്ട് കേട്ടോ. അതെനിക്കും മനസ്സിലാവുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് റിവ്യൂ വീഡിയോ ആദ്യമായിട്ട് എടുക്കുന്നതുകൊണ്ട് ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏറെ കയറ്റാതൊന്ന് സഹകരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.